നമസ്കാരം. ഞാൻ കവിരാജ് അമ്പലപ്പുഴ. ഞാൻ വിയറ്റ്നാം സന്ദർശിച്ചപ്പോൾ അവിടെ രഹസ്യങ്ങളുടെ കലവറയായ അല്ലെങ്കിൽ അത്ഭുതങ്ങളുടെ കലവറയായ ഹാങ് സങ് സോട്ട് എന്ന ഗുഹയെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ തന്നിരുന്നത്. ഇപ്പോൾ ആ ഗുഹയുടെ രണ്ടാം ഭാഗത്തേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. കഴിഞ്ഞ എൻ്റെ എപ്പിസോഡിൽ അല്ലെങ്കിൽ ഈ സീരിയലിന്റെ ആദ്യ ഭാഗത്ത് ഈ ഗുഹയിലേക്ക് പ്രവേശിക്കുന്നതും മറ്റുമായിട്ടുള്ള ചില വിവരണങ്ങളായിരുന്നു ഞാൻ തന്നിരുന്നത്. ഇപ്പോൾ ഏകദേശം പകുതിയോളം നമ്മൾ എത്തിക്കഴിഞ്ഞു. നമുക്ക് യാത്ര തുടരാം. കഴിഞ്ഞ എപ്പിസോഡിൽ ലഭ്യമായ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നിരുന്നു. എങ്കിലും യാത്ര തുടരുന്നതനുസരിച്ച് കുറെ കാര്യങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് പരിശോധിക്കാം. വിയറ്റ്നാമിലെ യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായ ഹലോങ് ബേയിലെ ഏറ്റവും വലുതും മനോഹരമായ ഗുഹകളിൽ ഒന്നാണ് ഈ ഹാങ് സോങ് സെറ്റ്. നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഗുഹ, അല്ലെങ്കിൽ കേവ് ഓഫ് സർപ്രൈസ് എന്ന പേരിലും അറിയപ്പെടുന്ന ഈ ഗുഹ. 1901 ഒരു ഫ്രഞ്ച് പരിവേഷകൻ കണ്ടെത്തിയ ഈ ഗുഹ ഹാലോങ് സിറ്റിയിലെ ബായ്ചാങ് ടൂറിസ്റ്റ് ഫാമിൽ നിന്നും 14 കിലോമീറ്റർ അകലെ ബോഹോൺ ദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചിരുന്നത്. 12,000 ചതുരശ്ര മീറ്ററിലധികം വിസ്തൃതിയുള്ള ഈ ഗുഹയ്ക്ക് 2 പ്രധാന അറകളുണ്ടെന്നും ഓരോന്നിനും അതിൻ്റെതായ സവിശേഷതകളും രൂപങ്ങളും ഉണ്ടെന്നും ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഒന്ന് സൂചിപ്പിച്ചിരുന്നല്ലോ. വെയിറ്റിംഗ് റൂം എന്ന് വിളിക്കപ്പെടുന്ന ആദ്യത്തെ അറ വിശാലവും വിവിധ ആകൃതിയിലും വലുപ്പത്തിലുമുള്ള സ്റ്റെലാമിക് ലൈറ്റുകളെ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ചെറുത് മൃഗങ്ങളോ സസ്യങ്ങളോ മനുഷ്യരൂപങ്ങളോ പോലെയുള്ള പല രൂപങ്ങളും അതിൽ നമുക്ക് കാണാൻ സാധിക്കും. മുറിയുടെ ഭംഗിയും നിഗൂഢതയും വർദ്ധിപ്പിക്കുന്ന വർണ്ണാഭമായ ലൈറ്റുകളെ പ്രകാശിപ്പിച്ചിട്ടുണ്ട്. സെറിൻ കാസിൻ എന്ന് വിളിക്കപ്പെടുന്ന രണ്ടാമത്തെ അറ അതിലും വലുതും മനോഹരവുമാണ്. ഉയർന്ന മേൽത്തട്ട്, ഗുഹയിലേക്കുള്ള സൂര്യപ്രകാശം പ്രവേശിക്കാൻ അനുവദിക്കാത്ത പ്രകൃതിദത്ത സ്കൈ ലൈറ്റ് എന്നിവയുമുണ്ട്. നീളമുള്ള വാളുള്ള കുതിര, ബുദ്ധൻ, ആമ തുടങ്ങിയ ശ്രദ്ധേയമായ നിരവധി പാറക്കൂട്ടങ്ങൾ ഈ രണ്ടാമത്തെ അറയിൽ നമുക്ക് കാണാൻ സാധിക്കും. അവ പ്രാദേശിക ജനതകളുടെ ഐതിഹ്യങ്ങളുമായി അല്ലെങ്കിൽ നാടോടി കഥകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തെ അറയിലെ ഏറ്റവും പ്രശസ്തമായ രൂപീകരണം ഒരു ഭീമാകരമായ പാലസ് ആകൃതിയിലുള്ള പാറയാണ്. ഇത് പ്രദേശവാസികൾ ഫലപുഷ്ടിയായ ദേവിയുടെയും സമൃദ്ധിയുടെയും പ്രതീകമായി കണക്കാക്കുന്നു. നിരവധി സന്ദർശകരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന പിങ്ക് സ്പോട്ട് ലൈറ്റ് ഈ പാറയെ ഹൈലൈറ്റ് ചെയ്യുന്നുമുണ്ട്. ഗുഹയുടെ പുറത്തേക്ക് കടക്കുമ്പോൾ റോയൽ ഗാർഡൻ എന്നറിയപ്പെടുന്ന ശാന്തമായ ഒരു പ്രദേശമുണ്ട്. അവിടെ ഒരു ചെറിയ കുളവും കുറച്ച് ആൽമരങ്ങളും ഉണ്ട്. ചില സമയങ്ങളിൽ സന്ദർശകർക്ക് പൂന്തോട്ടത്തിന് ചുറ്റും കറങ്ങുന്ന കുരങ്ങന്മാരെ കാണാനുള്ള ഭാഗ്യം കിട്ടാറുണ്ട്. വിയറ്റ്നാമിന്റെ പ്രകൃതി വിസ്മയങ്ങൾക്കും സാംസ്കാരിക പൈതൃകത്തിലേക്കും ആകർഷകമായ ഒരു കാഴ്ച പ്രദാനം ചെയ്യുന്നതിനാൽ ഹാങ് സിങ് സോട്ട് ഗുഹ ഹലോങ് ബേ സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികളുടെ ഒരു ജനപ്രിയ ആകർഷക സ്ഥലമാണ്. ഒരു തോണി വാടകയ്ക്കെടുത്തോ ഒരു പകൽ യാത്ര നടത്തിയോ അല്ലെങ്കിൽ ഹലോങ് ബേയിലെ മറ്റ് ആകർഷണങ്ങളായ ടിപ് ടോപ്പ് ദ്വീപ്, ലബോൺ ഗുഹ, ടിൻ നു കേവ് എന്നിവ ഉൾപ്പെടെ ഒരു രാത്രി യാത്രയിൽ ചേർന്ന് ഗുഹയിലേക്ക് പ്രവേശിക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും, അതായത് ഈ ടൂർ പ്രോഗ്രാമിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന പല ഭാഗങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാനും കാണാൻ സാധിക്കും. ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ഗുഹ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ്. ഈർപ്പം കുറഞ്ഞ കാലാവസ്ഥ സുഖകരമായ യാത്രയ്ക്ക് ആ സന്ദർഭങ്ങളിൽ വളരെ പ്രയോജനം ചെയ്യും. സന്ദർശകർ സുഖപ്രദമായ ഷൂസ് ധരിക്കുകയും ഫ്ലാഷ് ലൈറ്റ് കൊണ്ടുവരികയും വേണം. കാരണം ഗുഹയിൽ പല ഭാഗത്തും ഇരുണ്ടതും ചില ഭാഗങ്ങളിൽ വഴുവഴുപ്പുള്ളതുമായിരിക്കും. കഴിഞ്ഞ എപ്പിസോഡിന്റെ ആദ്യം തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ, ഞങ്ങളുടെ ഈ ഗ്രൂപ്പിൽ നടക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള ഒരു ദമ്പതിമാർ ഉണ്ടായിരുന്നു. അവരുടെ സൂക്ഷ്മമായ അല്ലെങ്കിൽ സുരക്ഷിതമായ യാത്രയ്ക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൽ ഞങ്ങളുടെ ഗ്രൂപ്പ് ലീഡർ ഡെൻസിൽ, ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡെൻസിൽ അശ്രാന്തം പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. അവരുടെ കാര്യങ്ങളും നോക്കുന്നതിൽ മാത്രമായിരുന്നു അവരുടെയൊക്കെ ശ്രദ്ധ. അതിന് മാത്രമല്ല, അതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കൂടെ ഉള്ളായിരുന്ന ടീമാണ് ഇത്. നമ്മുടെ തിരുവനന്തപുരത്തുള്ള അഡ്വക്കേറ്റ് അനന്ത പത്മനാഭൻ സാർ. മറ്റ് 2 പേരാണ് ഇവരെ ഞാൻ പറഞ്ഞില്ലേ, അല്പം പ്രശ്നമുണ്ട്, നടക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്ന് അവർ പ്രതീക്ഷിച്ചില്ല. എങ്കിലും കാണണം എന്നുള്ള ആ തീവ്രമായ ആഗ്രഹം അതാണ് അവരെ ഇത്രത്തോളം എത്തിച്ചത്. ഇതുകൊണ്ട് ഒരു കാര്യം നമുക്ക് പഠിക്കാനുള്ളത്, ഒരു ഗുണപാഠം നമുക്ക് പഠിക്കാനുള്ളത്, ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചാൽ അത് ആഗ്രഹത്തെ നമ്മൾ പ്രേമിക്കുകയാണെങ്കിൽ ഈ ലോകം ചുറ്റും തന്നെ മൊത്തം നമ്മൾ ചുറ്റും കാണും ആ കാര്യങ്ങൾ സാധിച്ചു തരാൻ വേണ്ടി. അതിന് ഒരു പ്രധാന ഉദാഹരണമാണ് ഇത് കണ്ടത്. സാധാരണ നല്ല ആരോഗ്യമുള്ളവർ പോലും ഈ ഗുഹ കടന്നു വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാറുണ്ട്. നമ്മൾ
ഏകദേശം വെളിയിൽ എത്താറായെന്ന് തോന്നുന്നു. സൂര്യപ്രകാശം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. സൂര്യപ്രകാശം ഏകദേശം ഫൈനൽ പോയിന്റിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും കുത്തനെയുള്ള കയറ്റങ്ങൾ ഇനിയും കുറെ കയറണം. അതുപോലെ തന്നെ അത് ഇറങ്ങുകയും വേണ്ടി വരുമെന്ന് തോന്നുന്നു. വിവിധ ആകൃതിയിലും വലിപ്പത്തിലുമുള്ള ആയിരക്കണക്കിന് ചുണ്ണാമ്പ് കല്ലുകളും ദ്വീപുകളും ഉള്ള ഹലോങ് ബേയിലെ ഉൾക്കടലിൽ കാണുന്ന ഒരു മലയിലെ ഗുഹയിലാണ് നമ്മൾ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഉൾക്കടലിൽപ്പെട്ട ചില ചുണ്ണാമ്പ് ദ്വീപുകളെ കണ്ടാൽ മൃഗങ്ങളെയോ സസ്യങ്ങളെയോ മനുഷ്യരൂപങ്ങളെയോ പോലെയൊക്കെ ഇരിക്കുന്നത് നമുക്ക് തോന്നാവുന്നതേ ഉള്ളൂ. 500 ദശലക്ഷം വർഷത്തിനധികം മുൻപുള്ള ദീർഘവും സമ്പന്നവുമായ ചരിത്രം ഈ ഉൾക്കടലിനുണ്ട്. ഹലോങ് ബേയിലേക്കുള്ള ചില പ്രധാന ചരിത്ര സംഭവങ്ങളും വസ്തുതകളും പലരും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് പോലെ അഗ്നിപർവ്വത പ്രവർത്തനങ്ങളല്ല ഇതുണ്ടായത്. ടെക്ടോണിക് ചലനങ്ങളാൽ രൂപപ്പെട്ടതാണ് ഈ ഉൾക്കടൽ. ചുണ്ണാമ്പ് കല്ലുകൾക്ക് 1000 മീറ്ററിലധികം ഉയരമുള്ളതും ഇവിടെ കാണാൻ നമുക്ക് സാധിക്കും. എന്നാൽ ദശലക്ഷക്കണക്കിന് വർഷത്തെ മണ്ണൊലിപ്പ് അവയുടെ ഇന്നത്തെ വലിപ്പത്തിലേക്ക് ചുരുക്കി. 10,000 വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രദേശത്ത് ജീവിച്ചിരുന്ന ചരിത്രാതീത മനുഷ്യരുടെ ആവാസ കേന്ദ്രമായിരുന്നു ഈ ഉൾക്കടൽ. പുരാവസ്തു ഗവേഷകർ ഉൾക്കടലിലെ വിവിധ ഗുഹകളും ദ്വീപുകളിലും കോടാലി, അരക്കൽ, മേശകൾ, തയ്യൽ സൂചികൾ, ആഭരണങ്ങൾ തുടങ്ങി നിരവധി ശിലാവസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ പുരാവസ്തുക്കൾ പുതിയ ശിലായുഗത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ നിന്ന് ഹർലോങ് വായ്, ഹായ് കിയോ, ഹലോങ് എന്നീ സംസ്കാരങ്ങളിൽ പെടുന്നവയാണ്. പുരാതന വിയറ്റ്നാം, ചൈന, ജപ്പാൻ, തായ്ലൻഡ്, മറ്റ് രാജ്യങ്ങൾ എന്നിവയ്ക്കിടയിൽ സാംസ്കാരികവും വാണിജ്യപരമായ കൈമാറ്റങ്ങളുടെ ഒരു പ്രധാന കേന്ദ്രം കൂടിയായിരുന്നു ഈ ഉൾക്കടൽ. കാരണം ഈ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്ന് തന്നെ. ലീ രാജവംശത്തിന്റെ കാലഘട്ടത്തിൽ സ്ഥാപിതമായ വാൻടോങ് ഫോർട്ട് തിരക്കേറിയ ഒരു വ്യാപാര കേന്ദ്രവും മംഗോളിയൻ ആക്രമണകാരികൾക്കെതിരായ മഹത്തായ വിജയത്തിന്റെ സ്ഥലവുമായിരുന്നു. എന്റെ ഈ ഗുഹാ പരിവേഷണത്തിന്റെ അല്ലെങ്കിൽ ഈ അഡ്വഞ്ചർ ട്രിപ്പിന്റെ ഏകദേശം പരിസമാപ്തിയിൽ എത്തിക്കഴിഞ്ഞു എന്ന് വിചാരിക്കാം. ഞാൻ ഗുഹയുടെ വെളിയിൽ എത്തിക്കഴിഞ്ഞു. അതിന് ചുറ്റുമുണ്ട കാഴ്ചകളാണ് ഞാൻ സ്വല്പം മുമ്പ് കാണിച്ചത്. ഞാൻ നേരത്തെ പല പ്രാവശ്യം സൂചിപ്പിച്ചിരുന്ന ആ 2 വ്യക്തികൾ, അവരെ വേണ്ടുന്ന സുരക്ഷകൾ കൊടുത്ത് വേണ്ടുന്ന ധൈര്യങ്ങൾ കൊടുത്ത് അവർ 4 പേരും കൂടി സാവകാശം മേളിലേക്ക് കൊണ്ടുവരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഓരോ പടികൾ വയ്ക്കുമ്പോഴും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളും അവർ അനുഭവിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഞങ്ങൾ ചുറ്റുമുണ്ട്, ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ധൈര്യമായിട്ട് കയറിക്കോളൂ എന്ന് പറഞ്ഞു കൊടുത്ത് ധൈര്യത്തോടു കൂടി അവരെ കയറ്റിക്കൊണ്ടുവരുന്ന ഈ കാഴ്ച കാണുമ്പോൾ നമുക്ക് സന്തോഷം കൊണ്ട് കണ്ണു നിറയുന്നു, അല്ലേ? കൂടെയുള്ള ഒരു വ്യക്തിയുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി അവർ 2 പേരും കൂടെ, പത്മനാഭൻ സാറും ഡെൻസിനും കൂടി പരിശ്രമിക്കുന്ന ആ കാഴ്ചകൾ കാണുമ്പോൾ തീർച്ചയായും ഒരു ഗ്രൂപ്പിൽ വരുമ്പോഴുണ്ടാകുന്ന സംതൃപ്തി നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇതുപോലെ നമ്മളെ ശ്രദ്ധിക്കുന്ന ഓരോ യാത്രക്കാരെയും ഇതുപോലെ ശ്രദ്ധിക്കുന്ന ഒരു ഗ്രൂപ്പിൽ നമ്മൾ പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷങ്ങൾ വിവരിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് സന്തോഷമാണ്. വടക്കൻ വിയറ്റ്നാമിലെ അതിശയകരമായ ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന ഹലോങ് ബേയിലെ ഈ ഗുഹ. ഈ ഹലോങ് ബേയിൽ പേരുകെട്ട മരതകം, തെളിയിച്ച വെള്ളം, അതായത് വളരെ ശുദ്ധമായ വെള്ളം, ഉയർന്ന ചുണ്ണാമ്പ് കല്ലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ആയിരക്കണക്കിന് ചെറിയ ചെറിയ ദ്വീപുകൾ എന്നിവർക്ക് വളരെ പേരുകേട്ടതാണ്. ഈ ഉൾക്കടലിന് ഏകദേശം 4 വ്യത്യസ്ത സീസണുകളുമുണ്ട്. വസന്തം, വേനൽ, ശരത്കാലം, ശീതകാലം. വർഷം മുഴുവനും താപനിലയിലും ഈർപ്പത്തിലും മാറി മാറി വരുന്നതാണ് ഈ ഓരോ കാലാവസ്ഥകൾ. ഈ മലകയറ്റം കഠിനമെൻ്റയ്യപ്പ എന്ന് പറയുന്നത് പോലെ അവരുടെ ടാസ്ക് അവർ പൂർത്തീകരിച്ചു കഴിഞ്ഞു. വളരെ ഏറെ ബുദ്ധിമുട്ടിയാണെങ്കിൽ കൂടി താൻ ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിച്ചു എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു പ്രത്യേകത. ഞാനിത് എപ്പോഴും എടുത്തെടുത്ത് പറയാൻ കാര്യവും ഈ കാര്യങ്ങൾ ഈ എപ്പിസോഡിൽ കൂടുതൽ കാണിക്കാനും കാര്യം, ഒരു വ്യക്തി എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിനെ ആഗ്രഹത്തെ നമ്മൾ പ്രേമിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ലോകം തന്നെയാണ് നമുക്ക് ചുറ്റും ഇതൊന്ന് സാധിച്ചു തരാൻ വേണ്ടി എന്ന് ഒരിക്കൽ കൂടി സമർത്ഥിക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ ഇറക്കത്തിലേക്ക് ഇറക്കണം. ഇനിയും കുറച്ച് ഇറങ്ങിയെങ്കിൽ മാത്രമേ നമ്മൾ ബോട്ട് പാർക്ക് ചെയ്ത സ്ഥലത്ത് നമ്മൾ എത്തിച്ചേരുകയുള്ളൂ. നമ്മൾ മികച്ച ഒരു കാലാവസ്ഥയാണ് തിരയുന്നതെങ്കിൽ ഹലോങ് ബേ സന്ദർശിക്കാനും ഇതുപോലുള്ള ദ്വീപുകൾ സന്ദർശിക്കാനും ഏറ്റവും അനുയോജ്യമായ സമയം മാർച്ച് മുതൽ ഏപ്രിൽ വരെയും സെപ്റ്റംബർ മുതൽ നവംബർ വരെയുമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ മാസങ്ങളിൽ കാലാവസ്ഥ മിക്കവാറും സൗമ്യവും സുഖപ്രദവുമാണ്. ശരാശരി പകൽ താപനില 21-നും 28 ഡിഗ്രിക്കും ഇടയിൽ നിൽക്കും. ആകാശം വ്യക്തമായിരിക്കും, മഴ കുറവായിരിക്കും. ഇത് ഉൾക്കടൽ പരിവേഷണത്തിനും ചെയ്യാനും കായിക്കിംഗ്, നീന്തൽ, ഹാക്കിംഗ് തുടങ്ങിയ ഔട്ട്ഡോർ ആക്ടിവിറ്റികൾ ആസ്വദിക്കാനും പറ്റിയ സമയങ്ങളാണ്.
നമ്മൾ കുറഞ്ഞ ചെലവിൽ അല്ലെങ്കിൽ ഒരു ലോ ബഡ്ജറ്റിലാണ് ഈ സ്ഥലം സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അനുയോജ്യമായ സമയം മെയ് മുതൽ സെപ്റ്റംബർ വരെയുള്ള ഓഫ് സീസൺ മാസങ്ങളിലാണ്. ഈ സമയത്ത് വിനോദസഞ്ചാരികൾ താരതമ്യേന വളരെ കുറവായിരിക്കും. താമസത്തിനും ടൂറുകൾക്കും വളരെ കുറഞ്ഞ റേറ്റുകൾ മാത്രമേ നമ്മൾ കൊടുക്കേണ്ടി വരികയുള്ളൂ. ആൾക്കൂട്ടങ്ങളില്ലാതെ നമുക്ക് ഉൾക്കടൽ ആസ്വദിക്കാനും കഴിയും. ഇത് കൂടുതൽ സമാധാനപരവും വിശ്രമിക്കുന്നതിന് തുല്യമായ ഒരു അനുഭവം നമുക്ക് ഉണ്ടാകും. എന്നിരുന്നാലും ഇത് മഴക്കാലമാണെന്നും കൊടുങ്കാറ്റിനും ചുഴലിക്കാറ്റിനും ഒക്കെ സാധ്യതയുണ്ടെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. കാലാവസ്ഥ ചൂടുള്ളതും ഈർപ്പമുള്ളതുമായിരിക്കും എങ്കിൽ കൂടി പകൽ താപനില 25 ഡിഗ്രി മുതൽ 35 ഡിഗ്രി വരെ വരാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം ഈ ഉൾക്കടലിലുള്ള ദൃശ്യപാരത വളരെ കുറവായിരിക്കും. വെള്ളം മങ്ങിയതും ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഒക്ടോബർ മുതൽ ഏപ്രിൽ വരെയുള്ള പീക്ക് സീസൺ മാസങ്ങളാണ് ഹലോങ് ബേ സന്ദർശിക്കാൻ ഏറ്റവും തിരക്കേറിയതും ചിലവേറിയതുമായ സമയങ്ങൾ. ഈ സമയത്ത് ഉൾക്കടൽ വിനോദസഞ്ചാരികളാൽ തിങ്ങി നിറഞ്ഞിരിക്കും. താമസത്തിനും ടൂറുകൾക്കും വിലകൾ കൂടിയിരിക്കും. തിരക്കേറിയ സീസണിൽ നമ്മൾ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിരാശ ഒഴിവാക്കാൻ നമ്മുടെ താമസവും ടൂറുകളും മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ ഞാൻ ശുപാർശ ചെയ്യുന്നു. ഫെബ്രുവരിയിലെ ലൂണാർ ന്യൂ ഇയർ ഫെസ്റ്റിവൽ, ഏപ്രിലിലെ ഹലോങ് കാർണിവൽ, നവംബർ 4 ഹലോങ് ബേ ഹെറിറ്റേജ് മാരത്തോൺ എന്നിങ്ങനെ ഉൾക്കടലിൽ നടക്കുന്ന ചില ഉത്സവങ്ങളും പരിപാടികളും നമുക്ക് ആസ്വദിക്കാൻ പറ്റും ആ സീസണിൽ വരികയാണെങ്കിൽ. എൻ്റെ ഈ അഡ്വഞ്ചർ ട്രിപ്പിൽ വിജയശ്രീലാളിതനായി വളരെ സന്തോഷവാനായിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ അവസാന പോയിന്റിലേക്ക് വരുന്നത്, ഈ പോയിന്റ് ചെന്ന് നിൽക്കുന്നത് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന നമ്മുടെ ബോട്ടിലേക്കാണ്. ഏതായാലും കാലുകൾക്കൊക്കെ സ്വല്പം വേദനയൊക്കെ തോന്നുന്നുണ്ട് എങ്കിൽ കൂടി ആ വേദനയോടൊന്നും ഞാൻ കാര്യമായിട്ട് എടുക്കുന്നില്ല. ഇനി റൂമിൽ ചെന്നിട്ട് നമുക്ക് ശ്രദ്ധിക്കാം എവിടെയാണ് വേദന, എന്താണ് വേദന എന്നുള്ളത്. പക്ഷേ ആ വേദനയുടെ എല്ലാം മറക്കുന്ന അനുഭവങ്ങളായിരുന്നു എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. അത്രയ്ക്കുള്ള മനോഹരമായ കാഴ്ചകളാണ് എനിക്ക് പകർത്താൻ സാധിച്ചത്. ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഏകദേശം എല്ലാവരും തന്നെ ബോട്ടിൽ എത്തിക്കഴിഞ്ഞു. ഞാനും ഇനി പിന്നാലെ വരുന്ന 4 പേര്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, അവര് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇപ്പോൾ പാസ് ചെയ്യുന്നത് ഒരു സുവൈനർ ഷോപ്പിൽ കൂടെയാണ്. നമ്മൾ ഈ പ്രസിദ്ധമായ ഗുഹ സന്ദർശിച്ചതിനും ഈ വിയറ്റ്നാമിലെ ഹലോങ് ബേ സന്ദർശിച്ചതിനും മറ്റുമായിട്ട് ജീവിതത്തിൽ എന്നും ഓർമ്മിക്കത്തക്ക രീതിയിൽ സുവൈനർ വാങ്ങിക്കാനുള്ള ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ കടന്നു കഴിഞ്ഞത്. ഹലോങ് ബേ അതിന്റെ പ്രകൃതി വിസ്മയങ്ങളും സാംസ്കാരിക പൈതൃകവും കൊണ്ട് വളരെ നിറഞ്ഞ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങൾ സന്ദർശിക്കാനും പഠിക്കാനും ഉള്ള ആകർഷകമായ ഒരു സ്ഥലമാണെന്ന് എടുത്തു പറയുന്നതിൽ യാതൊരു സംശയമില്ല. ഇത് ഞാൻ തന്നിരിക്കുന്ന ഈ വിവരങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ സഹായകരമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ തന്നെ ഈ എപ്പിസോഡിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ചില വെബ്സൈറ്റുകളുടെ ലിങ്കുകൾ ഇടുന്നുണ്ട്. ആ ലിങ്കുകൾ ഉപയോഗിച്ച് അവിടെ സന്ദർശിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ തേടാവുന്നതുമാണ്. നമ്മൾ ഇപ്പോൾ കാണുന്നത് നമ്മുടെ ഈ ഗ്രൂപ്പിനെ മറ്റൊരു ദ്വീപിലേക്ക് കൊണ്ടുപോകുന്നതിനായി വന്ന ബോട്ടാണ്. ബോട്ടിൽ നിന്ന് യാത്രയായി ഞങ്ങൾ മറ്റൊരു ദ്വീപിലേക്ക് പോവുകയാണ്. ഹലോങ് ബേയിൽ, അതായത് നമ്മളിപ്പോൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഉൾക്കടലിൽ ശ്രദ്ധേയമായ ഒരു ഗുഹാ പരിവേഷണത്തിന്റെ സംവിധാനമുണ്ട്. അത് ഉൾക്കടലിന്റെ പ്രകൃതിദത്ത അത്ഭുതങ്ങളിലേക്കും ഭൂമിശാസ്ത്രപരമായ മൂല്യത്തിലേക്കും ആകർഷകമായ പല കാഴ്ചകളും നമുക്ക് തരുന്നുണ്ട്. ഞങ്ങളുടെ ഈ യാത്രയുടെ ലക്ഷ്യം അതിപ്രധാനമായ ഒരു ബീച്ചിലേക്കാണ്. ആ ബീച്ചിന്റെ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വരുന്നവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ.